ഫുഡ് ഫിഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇത് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ബാംഗ്ലൂരിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പ്ലേസ് ആയിരുന്നു നന്ദി ഹിൽസിലോട്ടാണ് പോകുന്നത്. നമുക്ക് കുഞ്ഞൊരു മഴച്ചാട്ടിലൊക്കെ ഉണ്ട്. അപ്പോൾ അതേ നമ്മൾ രാവിലെ നേരത്തെ ഒരു 5:45, 6 മണിയോട് കൂടെ ഇവിടുന്ന് നമ്മുടെ എണ്ണൂരിൽ നിന്ന് ഇറങ്ങുവാണ്. അപ്പോൾ നമുക്ക് വഴി നമ്മുടെ നന്ദി ഹിൽസിലോട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇനീഷ്യലി നമ്മളിങ്ങനെ ഒരു ഹൈവേ കൂടെയാണ് നമ്മുടെ യാത്ര എന്ന് പറയുന്നത്. പിന്നീട് റൂട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മളൊരു കൃഷി പ്രദേശത്ത് കൂടെയൊക്കെ യാത്ര ചെയ്യും കേട്ടോ. അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ ഒരു യൂക്കാലിപ്റ്റസ് ഒക്കെ ഉള്ളൊരു റൂട്ടിൽ കൂടെ പോയിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഈ ഒരു വഴിയൊക്കെ. ഇതിൻ്റെ അടുത്തായിട്ട് ഒരുപാട് റിസോർട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ സ്ട്രോബെറി കൃഷി, അങ്ങനെ കുഞ്ഞു കുഞ്ഞു കൃഷി സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ പോയ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എന്നിട്ട് സമയത്ത് തന്നെ ചെറിയ രീതിക്കൊരു കുഞ്ഞു മഴച്ചാട്ടിലുണ്ടായിരുന്നു. അതിവിടെ എത്തുന്ന വരെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് യാത്രയ്ക്ക് ശേഷം നമ്മളിതാ ഈ ഒരു ജംഗ്ഷനെത്തും. ഇവിടെ നിന്ന് റൈറ്റിലോട്ട് ടേൺ എടുക്കുമ്പോഴാണ് നമ്മുടെ നന്ദി ഹിൽസിലോട്ടുള്ള ആ ഒരു വഴി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ലൊക്കേഷനൊക്കെ ഗൂഗിൾ മാപ്പിൽ ഇട്ട് കൊടുത്താൽ മതി, ഡയറക്റ്റ്ലി നമുക്കിവിടെ എത്താൻ പറ്റും. അങ്ങനെ നമ്മുടെ ഹെയർ പിൻ ബെൻഡുകളൊക്കെ സ്റ്റാർട്ടായിട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ആൾക്കാരുകൾ നിർത്തണ കാരണം കൊണ്ടൊക്കെ കൂടിയാണ് ഇവരിവിടെ മൊത്തത്തിൽ ഇത് അടച്ചേക്കുവാണ് കേട്ടോ. അങ്ങനെ കുറച്ച് ദൂരം ഇതിങ്ങനെ അടച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് തുറന്ന് കിടക്കുന്നതായിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഫുള്ളി ഫോഗായിട്ടാണ് നമുക്ക് മലയുടെ മുകളിലൊക്കെ കാണുന്നത്. അപ്പോൾ സൺറൈസിൻ്റെ കാര്യമൊക്കെ ഏകദേശം നല്ല തീരുമാനമായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു റൂട്ട് എന്ന് പറയുന്നത് ഭയങ്കര രസം ഉണ്ടായിരുന്നു കേട്ടോ. മുകളിലോട്ട് പോകും തോറും നമ്മുടെ കാഴ്ചയുടെ ഭംഗി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നേ. നല്ലൊരു തണുപ്പും ചെറിയൊരു മഴയൊക്കെ ആയിട്ട് ക്ലൈമറ്റ് നല്ല കിഡിലോസ്കി ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. ബാംഗ്ലൂരിൻ്റെ തിരക്കിന്ന് ഒരു ചെറിയ എസ്കേപ്പ് വേണമെങ്കിൽ ഈ നന്ദി ഹിൽസ് ഒരു പെർഫെക്റ്റ് ചോയ്സ് ആണ് കേട്ടോ. ഇത് വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലേസ് ആണ് സൺറൈസ് കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ പോയൊരു സമയം സൺറൈസ് കാണാൻ പറ്റിയൊരു സമയമല്ല. അത് മാത്രമല്ല, ഇങ്ങനെ ഒരു കുഞ്ഞ് ചാറ്റൽ മഴയ്ക്കുള്ള സമയത്ത് നിങ്ങൾ 2 വീലറിലാണ് പോകുന്നുണ്ടെങ്കിൽ റോഡൊക്കെ ഇത്തിരി സ്ലിപ്പറി ആയിരിക്കും. അത് കാരണം കൊണ്ട് അത് നന്നായി സൂക്ഷിച്ച് വേണം ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് അതുപോലെ തന്നെ ബൈക്ക് റൈഡിന് പറ്റിയൊരു ബെസ്റ്റ് സ്പോട്ടാണ് കേട്ടോ. നല്ല ചില്ലിങ്ങാണ്. മുകളിലോട്ട് പോകും തോറും മഞ്ഞിൻ്റെ എമൗണ്ട് ഫോഗ് ഭയങ്കരമായിട്ട് കൂടിക്കൂടി വരായിരുന്നു കേട്ടോ. ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മൊത്തത്തിലൊരു പുകയെ പോലത്തെ ഫീലായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മളിതാ നന്ദി ഹിൽസിൻ്റെ മെയിൻ എൻട്രൻസ് കടന്നു കേട്ടോ. ഇനി നമ്മൾ നേരെ പോയി വണ്ടി പാർക്ക് ചെയ്യാൻ പോവാണേ. നമ്മളങ്ങനെ നന്ദി ഹിൽസിൻ്റെ പാർക്കിങ്ങിൽ എത്തിയിട്ട് അവിടെ ഫുൾ നോക്കി, ഫുൾ ഫോഗിൻ്റെ അങ്ങ് ഫുൾ കൈലാസം പോലെയാണ്. അപ്പോൾ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കാണുന്നില്ല. അങ്ങടെ അകലേക്ക് പാർക്ക് ചെയ്ത് നമ്മളിനി നന്ദി ഹിൽസിലോട്ട് കയറാണേ. ടിക്കറ്റ് റേറ്റ് വരുന്നത്
പെർ പേഴ്സണ് 20 റുപ്പീസാണ് കേട്ടോ. അപ്പോൾ മഴയും സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ടിക്കറ്റ് അവിടെ കാണിച്ചു കൊടുത്ത് നമുക്ക് കയറാം. ഇവിടെ ഓപ്പണിംഗ് ടൈം എന്ന് പറയുന്നത് രാവിലെ 6 മണിക്കാണ്. അതുപോലെ തന്നെ ക്ലോസിംഗ് ടൈം എന്ന് പറയുന്നത് വൈകിട്ട് 6 മണി വരെയാണ് കേട്ടോ. പാർക്കിംഗ് ഫീസ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ പോകുന്നത് സൺറൈസ് പോയിന്റിലോട്ടാണ് കേട്ടോ. ഈവൻ സൺറൈസ് ഒന്നും കാണാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ അവിടോട്ടാണ് ഫസ്റ്റ് പോയത്. അപ്പോൾ നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്ക് ഏത് പോയിന്റിലോട്ട് വേണമെങ്കിലും പോവാം കേട്ടോ. ഫസ്റ്റ്ലി നമുക്ക് കുറച്ച് ഡിസ്റ്റൻസ് നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ബസ്സസ് ആർ ഓൾസോ ഹിയർ. ബസ്സസും കൂടി ഉണ്ട്. ബസ്സിൽ നമുക്ക് പോവാം. നമ്മൾ പക്ഷെ ഇപ്പോൾ നടക്കുവാണ്. ഫുൾ നമുക്ക് ആ ഒരു ക്ലൗഡ് ബെഡ് ഒന്നും കാണാൻ ചാൻസ് ഇല്ല, കാരണം റെയിനിങ് ആണ്. പിന്നെ നമുക്ക് പോണ വഴിക്കായിട്ട് ഇതുപോലെ നന്ദിനി ഡയറിയുടെ കുറേ കടകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ കയറി ചായ കുടിക്കാനൊക്കെയുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ പോണ വഴിക്ക്. ഇനി നമ്മൾ ഷട്ടിൽ ബസ് എടുക്കാത്ത കാരണം കൊണ്ട് നമുക്ക് ഇതുപോലെ നടക്കാനുണ്ട്. പക്ഷേ ഈ നടക്കുന്നതിൻ്റെ ഒപ്പം നമുക്ക് ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ കാണാനുണ്ട് കേട്ടോ. നന്ദി ഹിൽസിൽ എന്തൊക്കെ കാണാനുണ്ട് അതിൻ്റെ ഫുൾ ഒരു മാപ്പ് പല സ്ഥലങ്ങളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല അവിടേക്ക് പോകാനായിട്ടുള്ള എല്ലാ ഡയറക്ഷൻ ബോർഡുകളും നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതൊരു അടിപൊളി പെർഫെക്റ്റ് ഏരിയ ആണ്. ഇവിടെ നമുക്ക് കയറി ഫോട്ടോ എടുക്കാനൊക്കെ പറ്റുന്നൊരു ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു പ്ലേസ് ആയിരുന്നു. സൺറൈസ് പോയിന്റിലോട്ട് നടന്നു പോകുമ്പോൾ ആ ഒരു ഏരിയയിലാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു പ്ലേസ് വരുന്നത്. ഈ കാണുന്ന കേട്ടോ കർണാടക സ്റ്റേറ്റ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആ ഒരു ഷട്ടിൽ ബസ് എന്ന് പറഞ്ഞത്. ഇതാണ് ഈ ഒരു നന്ദി ഹിൽസിലെ മെയിൻ ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ട്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനും ടീ ഓപ്ഷനും ഒക്കെ പറ്റിയത്. പക്ഷെ നമ്മൾ വന്ന സമയം കണ്ടില്ലേ, മൊത്തത്തിൽ നല്ലൊരു മഴയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് സൺറൈസ് ഒന്നും കാണാൻ പറ്റുമൊന്നുമില്ല. എന്നാലും നമുക്ക് എന്തായാലും ആ ഒരു വ്യൂ പോയിന്റിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് സൺറൈസ് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് നന്ദി ഹിൽസിൻ്റെ മെയിൻ ആയിട്ടുള്ള വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. പ്രോപ്പർ ടൈമിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ നിന്നാണ് ആ ഒരു ക്ലൗഡ് ബെഡൊക്കെ കാണാൻ പറ്റുക. ഈ മേഘങ്ങൾക്ക് മുകളിൽ നമ്മൾ നിൽക്കണ പോലെ ഒരു ഫീല് നമുക്ക് ഇവിടെ നിൽക്കുമ്പോഴാണ് വരിക. പക്ഷേ ഇപ്പം നമുക്ക് ആ ഒരു ഫീല് വന്നില്ല. നമ്മളിപ്പോൾ ഒരു കൈലാസത്തിന് നടുക്ക് നിൽക്കണ ഒരു ഫീലാണ് നമുക്ക് വന്നായിരുന്നത് കേട്ടോ. പക്ഷേ ഈ ഒരു വരവിനും ഒരു പ്രത്യേക ഒരു അനുഭവം, ഒരു ഫീലുണ്ട്. കാരണം ഇവിടെ ഒരു സിനിമാറ്റിക് ഫീലാണ് മൊത്തത്തിൽ കേട്ടോ. ഇപ്പോൾ ഒരു ട്രാവൽ സ്പോട്ട് എന്നതിനുപരി ഇതൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ആയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ പോയത് യോഗാനന്ദേശ്വര സ്വാമി ടെമ്പിളാണ് കേട്ടോ. അതായത് നമ്മുടെ ഒരു സൺറൈസ് വ്യൂ പോയിന്റിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് റൈറ്റിലോട്ട് പോയി കഴിയുമ്പോഴാണ് ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടെമ്പിൾ കാണാം കേട്ടോ. നന്ദി ഹിൽസിൽ വന്നിട്ട് എനിക്ക് ഈ ഒരു പ്ലേസ് ഒരുപാട് ഇഷ്ടമായിട്ടോ. ടെമ്പിൾ എന്ന് പറയുമ്പോൾ ആ ഒരു പീസ് ആൻഡ് ആ ഒരു കാം ആംബിയൻസ് ശരിക്കും ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അതുമാത്രമല്ല ഈ ഒരു ക്ഷേത്രത്തിൻ്റെ അടുത്ത ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ അമ്പലത്തിൻ്റെ കുളമാണ് കേട്ടോ. ബ്ലൂ കളറിലിരിക്കുന്ന ഈ ഒരു കുളം ഒരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു. അപ്പം നിങ്ങൾ നന്ദി ഹിൽസ് വിസിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഈ ഒരു ടെമ്പിൾ മസ്റ്റായിട്ടും നിങ്ങൾ കയറാൻ മറക്കരുത് കേട്ടോ. ഇവിടെ നമുക്ക് അമ്പലത്തിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ കളറായിട്ടുള്ളൊരു കുളം ഉണ്ട് കേട്ടോ, അമ്പലക്കുളം. അടിപൊളിയാണ്. ഇവിടെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇപ്പോഴും നോക്കി ഫോഗ് മാറുന്ന ഒരു ലക്ഷണമില്ല. മഴ ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ടെമ്പിളിന് ശേഷം നമ്മൾ നേരെ ഒരു മെയിൻ സ്പോട്ടിൽ പോയിട്ട് ഒരു ചായയൊക്കെ കുടിച്ച് പിന്നെ നമ്മൾ വേറെ സ്പോട്ടിലേക്കൊന്നും പോയില്ല. അതിന് മെയിൻ ഒരു കാരണമുണ്ട്, മഴ പിന്നെയും കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വേറെ അടിപൊളി പോയിന്റ്സും പിന്നെ ഇങ്ങനെ പാറയുടെ മുകളിലൊക്കെ ഇരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ വരുമ്പോൾ വിസിറ്റ് ചെയ്യുക. ഇനിയൊരു നന്ദി ഹിൽസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു 60 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ബാംഗ്ലൂരിൽ നിന്ന്. അതായത് ഒരു 1 hour ജേണി മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ ബെസ്റ്റ് എന്ന് പറയുന്നത് ഏർലി മോർണിംഗ് വരാം. അപ്പോൾ വീക്കെൻഡ്സിൽ പിന്നെ ഭയങ്കര റഷായിരിക്കും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്ത് വീക്ക് ഡേയ്സിൽ വരാൻ നോക്കാം. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. പുതിയ കാഴ്ചകളായിട്ട് മറ്റൊരു വീഡിയോയിൽ വരും. അതുവരേക്കും ബൈ ബൈ ഫ്രം ഹോഡോ പേഡീസ്.